ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ വാല്യൂ വർദ്ധിപ്പിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാ ദിവസവും രാവിലെ ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻ മെഡിറ്റേഷനും വാട്ടർ ടെക്നിക്കും നമ്മൾ പ്രാക്ടീസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സ്വന്തം ജീവിതത്തോട് ഒരു വിലയുമില്ലാത്ത ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ജീവിതത്തിന് ഒരു വാല്യൂം ഇല്ല, ഇങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വാല്യൂ വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്നർത്ഥം. അപ്പോൾ ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വാല്യൂ കൂട്ടാനായിട്ട് സഹായിക്കും. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് വിലയുണ്ടാകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുക. അതിനായിട്ട് നിങ്ങൾ സദാ പരിശ്രമിക്കുക. നമ്മുടെ ജീവിതം എത്രയധികം മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലാക്കി മാറ്റുന്നുവോ അത്രയധികം നമ്മുടെ വാല്യൂം കൂടും. ഇനി നിങ്ങൾക്ക് ഏത് സ്ഥലത്തും എപ്പോഴും നിങ്ങൾ മറ്റുള്ളവർക്ക് അവൈലബിൾ ആയിരിക്കരുത്. മറ്റുള്ളവരെ എന്ത് കാര്യത്തിന് നിങ്ങളെ വിളിച്ചാലും നിങ്ങൾ അവർക്ക് എപ്പോഴും പ്രസൻറ്റ് ആവുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു വിലയുണ്ടാവില്ല. അത്തരം കാര്യത്തിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുക. നിങ്ങളെ ആവശ്യത്തിന് മാത്രം ലഭിക്കുന്ന ഒരാളായിട്ട് നിങ്ങൾ മാറുക. എന്നാൽ ഇതിൻ്റെ അർത്ഥം ആവശ്യക്കാർക്ക് സഹായം വേണ്ട സമയത്ത് ചെയ്തു കൊടുക്കരുതെന്നല്ല കേട്ടോ. ഇവിടെ ഞാൻ പറഞ്ഞത്, നിങ്ങൾ സഹായം വേണ്ട സമയത്ത് ആവശ്യക്കാർക്ക് ചെയ്തു കൊടുക്കണം. പക്ഷെ നിങ്ങളുടെ സമയം കളയാൻ വേണ്ടിയിട്ട് അവർക്ക് നിങ്ങൾ അവൈലബിൾ ആകരുത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് ഒരു ഗോൾ ഉണ്ടായിരിക്കണം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. അല്ലാതെ വെറുതെ ഇരുന്നിട്ട് നിങ്ങളുടെ സമയം നിങ്ങൾ കളയരുത്. നമ്മൾ ഇന്ന് വെറുതെ ഇരുന്ന് സമയം കളയുകയാണെങ്കിൽ നാളത്തെ ദിവസവും അതേപോലെ തന്നെ നമുക്കുണ്ടാവുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം നിങ്ങൾ എന്തിലേക്കാണോ ഫോക്കസ് ചെയ്യുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ അട്രാക്റ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ വെറുതെ ഇരുന്നിട്ട് സമയം കളയണ്ട. നിങ്ങൾ രാവിലെ ഉണർന്നെഴുന്നേൽക്കുന്നത് മുതൽ രാത്രി കിടന്നുറങ്ങുന്ന സമയം വരെ നിങ്ങൾക്ക് വില കിട്ടുന്ന കാര്യങ്ങൾ വേണം ചെയ്യാനായിട്ട്. അതിനുവേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുക. ഇനി നിങ്ങൾക്ക് എന്ത് കഴിവാണുള്ളത് അത് നിങ്ങൾ കണ്ടെത്തുക, അത് വികസിപ്പിക്കുക. എന്നിട്ട് ആ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുക. അത് മറ്റുള്ളവർക്ക് ഉപയോഗപ്പെടുന്ന രീതിയിലാക്കി മാറ്റുക. അപ്പോൾ നിങ്ങൾക്ക് വാല്യൂ കിട്ടും. നിങ്ങൾ ചെയ്യുന്ന കാര്യം മറ്റുള്ളവർക്ക് ഉപയോഗപ്പെടുകയും ചെയ്യും. അല്ലാതെ നിങ്ങൾ ഫ്രീ ആയിരുന്നാൽ നിങ്ങൾക്ക് ആരും വാല്യൂ തരത്തില്ല. നിങ്ങൾക്കൊരു വില ഉണ്ടാവില്ല ആ സമയത്ത്. അപ്പം നിങ്ങളുടെ ജീവിതത്തിന് വാല്യൂ ലഭിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. അടുത്ത കാര്യമാണ്, വെറുതെ മറ്റുള്ളവരോട് സംസാരിക്കുന്നവര് അവർക്കൊരു വില ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ ആവശ്യത്തിന് മാത്രം സംസാരിക്കുക. നിങ്ങൾ അമിതമായിട്ട് സംസാരിക്കുകയും മറ്റുള്ളവരുടെ ജീവിതത്തിൽ അമിതമായിട്ട് ഇടപെടുകയൊക്കെ ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾക്കൊരു വില ഉണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാ കാര്യത്തിനും പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ വില ഉണ്ടാവില്ല. നിങ്ങൾ ആവശ്യത്തിന് മാത്രം പ്രതികരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നല്ല വില ഉണ്ടാവും. അതുപോലെ മറ്റുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ നമ്മൾ വെറുതെ കയറി ഇടപെടാതിരിക്കുക. അതായത് അവരുടെ പേഴ്സണൽ ലൈഫിൽ ഇടപെടാതിരിക്കുക. നമ്മുടെ ആവശ്യം അവിടെ ഉണ്ടോ എന്ന് അറിഞ്ഞിട്ട് നമ്മൾ ചിന്തിച്ചതിന് ശേഷം അവരുടെ ആ ഒരു ഇതിലേക്ക് നമ്മൾ ഇടപെടുക. അല്ലാതെ വെറുതെ കയറി ഇടപെടുമ്പോൾ നമ്മുടെ വില അവിടെ കുറയും. ഇനി നമ്മളോട് താല്പര്യമില്ലാത്തവരോട്, അതായത് നമ്മളെ അവഗണിക്കുന്നവരോട് സ്നേഹത്തിനോ പരിഗണനയ്ക്കോ വേണ്ടി നമ്മൾ യാചിക്കരുത്. അത് നിങ്ങളെ അവരുടെ മുന്നിൽ ചെറുതാക്കിക്കൊണ്ടിരിക്കും. ഇനി നമ്മളെ വേണ്ടാത്തവരോട് നമുക്കും വേണ്ട എന്നുള്ളൊരു ശക്തമായിട്ടുള്ള നിലപാടെടുക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ വില എവിടെയാണ് നഷ്ടപ്പെടുന്നതെന്ന് നോക്കുക, എന്നിട്ട് അത് ശരിയാക്കുക. ഇനി അമിതമായിട്ട് ആരെയും ആശ്രയിക്കരുത്. നമുക്ക് ആരെയും ആശ്രയിക്കാതെ ജീവിക്കാനായിട്ട് പറ്റില്ല. എന്നാലും അമിതമായിട്ട് ആരെയും ആശ്രയിക്കരുത്. അത് നിങ്ങളെ അവർ വില കുറച്ച് കാണും. മറ്റുള്ളവരെ അമിതമായിട്ട് ആശ്രയിക്കുന്നത് അതൊരു അടിമത്വം സൃഷ്ടിക്കും. അതുകൊണ്ട് പരമാവധി അവനവനെ തന്നെ ആശ്രയിക്കുക. ഇനി അടുത്തതായിട്ട് ഓവർ ഷെയറിങ് പാടില്ല. നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ ആരോടും പറഞ്ഞു നടക്കരുത്. അത് നമ്മുടെ വില കുറയ്ക്കുന്ന ഒരു കാര്യമാണ്. ഇനി മറ്റുള്ളവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ആരെയും നിങ്ങൾ നിർബന്ധിക്കാൻ പോകരുത്. അത് നിങ്ങളുടെ വില കുറയ്ക്കുന്ന ഒരു കാര്യമാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ വാല്യൂ വർദ്ധിപ്പിക്കാനുള്ള
കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് വിലയുണ്ടാകുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക, അത് മറ്റുള്ളവർക്ക് നിങ്ങൾ കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.